പ്ലീഡർ അടക്കമുള്ള തസ്തികകളിലേക്കുള്ള നിയമനങ്ങളിൽ വീണ്ടും കോൺഗ്രസും സർക്കാരും പൊല്ലാപ്പ് പിടിക്കുകയാണ്, പുലിവാല് പിടിക്കുകയാണ്. എന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ ദിവസം ഒരു SFIക്കാരിയെ പ്ലീഡറാക്കിയതിനെതിരെ, മുൻ SFI പ്രവർത്തകയെ പ്ലീഡറാക്കിയതിനെതിരെയാണ് KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ രംഗത്ത് വന്നിരിക്കുന്നത്. പാർട്ടിക്ക് വേണ്ടി സമരം നടത്താനും തെരുവിൽ അടികൊള്ളാനുമൊക്കെ കുറേ പേർ, എന്നാൽ ഇതിനിടയിലൂടെ കാര്യം നേടാൻ മറ്റു ചിലർ എന്ന രീതിയിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് അലോഷ്യസ് സേവ്യർ നടത്തിയതെങ്കിൽ, ഒരു സംഘബന്ധമുള്ള മുൻ ABVP-കാരനായ ശരത് എന്നയാളെ പ്ലീഡറാക്കിയതിനെതിരെ വലിയ പ്രതിഷേധം മറ്റു പല കോണുകളിൽ നിന്നും ഉയരുകയാണ്. അപ്പോൾ ഈ പ്ലീഡർ അടക്കമുള്ള തസ്തികകളിലേക്കൊക്കെയുള്ള നിയമനങ്ങളിൽ എന്തുകൊണ്ടാണ് ഒരു ജാഗ്രത കാണിക്കാൻ കഴിയാതെ പോകുന്നത് കോൺഗ്രസിനും സർക്കാരിനും എന്നുള്ള വിഷയം ആദ്യമായി സംസാരിക്കുകയാണ്. ദാവൂദ് സാഹിബ്, ഇതിനകത്തൊരു മുഖ്യമന്ത്രിക്കെല്ലാം ശ്രദ്ധിക്കാൻ കഴിയാതെ പോകുന്നതാണോ, അതോ മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടുള്ള നിയമനങ്ങളാണോ, അതോ KPCക്ക് ഇപ്പോഴും ഒരു അധ്യക്ഷന ഇല്ലാത്തത് കൊണ്ടുള്ള സിസ്റ്റം ഫെയിലിയറാണ്? എന്താണ് സംഭവിക്കുന്നത്? അല്ല, മുഖ്യമന്ത്രി അറിയാതെ സംഭവിക്കുന്നതാണ് എന്നുണ്ടെങ്കിൽ അത് കൂടുതൽ ഗുരുതരമാണ്. അറിഞ്ഞിട്ട് സംഭവിക്കുന്നതാണെങ്കിൽ ഗുരുതരമാണ്, അറിയാതെ സംഭവിക്കുകയാണെങ്കിൽ അതിനേക്കാൾ ഗുരുതരമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നിയമവകുപ്പിൻ്റെ കീഴിൽ വരുന്ന അപ്പോയിൻമെൻറ്റ്സ് ആണല്ലോ. പ്ലീഡർ നിയമനാണെങ്കിലും സ്റ്റാൻഡിംഗ് കൗൺസിൽ നിയമനാണെങ്കിലും ഇതൊക്കെ നിയമവകുപ്പിൻ്റെ, സാങ്കേതികമായി നിയമവകുപ്പിൻ്റെ കീഴിൽ വരുന്നതാണ്. നിയമവകുപ്പ് ആ പോർട്ട്ഫോളിയോ മുഖ്യമന്ത്രിയാണ് നോക്കുന്നത്. ഇനി മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള കീഴിലുള്ള പോർട്ട്ഫോളിയോ അല്ലെന്ന് തന്നെ വിചാരിക്കാം. പക്ഷേ അപ്പോഴും മുഖ്യമന്ത്രിക്ക് ഉത്തരവാദിത്വമുണ്ട്, നിശ്ചയമായിട്ട് ഉത്തരവാദിത്വമുണ്ട്. പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ സൈഫ് സൂചിപ്പിച്ച കാര്യത്തിൽ രണ്ട് സംഗതികളാണ്. ഇന്നലെ അലോഷ്യസ് സേവ്യർ പറഞ്ഞിരിക്കുന്നത് മുമ്പ് സമരം ചെയ്യാൻ വേണ്ടി, വഴി തടയാൻ വേണ്ടിയൊക്കെ ഫോൺ ചെയ്തുകൊണ്ടിരുന്ന നേതാക്കന്മാർ ഇപ്പോൾ ഫോൺ എടുക്കുന്നില്ല, ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല എന്നാണ്. ഒരു KPCCയുടെ, കോൺഗ്രസിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പോഷക സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷൻ പരസ്യമായിട്ട് ഇങ്ങനെ പരാതി പറയേണ്ടി വരിക എന്ന് പറയുന്നത് നാണക്കേടാണ്. ലളിതമായി പറഞ്ഞാൽ നാണക്കേടാണ്. പാർട്ടിക്ക് നാണക്കേടാണ്, ഭരണകൂടത്തിന്, സർക്കാരിന് നാണക്കേടാണ്. അപ്പോൾ അദ്ദേഹം ഉന്നയിക്കുന്ന വിഷയം എന്താണ്? ഇത്രയും നമ്മളിങ്ങനെ പണിയെടുത്തു, അദ്ദേഹത്തിൻ്റെ പോസ്റ്റിന് താഴെ KSUക്കാർ വന്ന് എന്നെ കമൻറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ തല്ല് വാങ്ങുമ്പോൾ വരാന്തയിലിരുന്ന് ചിരിച്ചുകൊണ്ടിരുന്ന ആൾ നമ്മുടെ സർക്കാരിന് കീഴിൽ പ്ലീഡറായിട്ട് നിയമിക്കപ്പെടുകയാണ്. അതോ SFIക്കാരി എന്ന് അവർ പറയുന്ന ഒരാളെ പ്ലീഡറായി നിയമിച്ചതിനെ കുറിച്ചാണ് അലോഷ്യസ് സേവ്യർ പ്രധാനമായിട്ട് ഉന്നയിക്കുന്നത്. അപ്പോൾ അത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു സംഘടന എന്നുള്ള നിലയ്ക്ക് ആ വിഷയം ഉന്നയിക്കാവുന്നതാണ്. കാരണം ഓഫ് കോഴ്സ് ഒരു സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ആ പാർട്ടിയുമായി ബന്ധപ്പെട്ട ആളുകൾ മാത്രമാണ് ഈ വിവിധ തസ്തികകൾ നിയമിക്കപ്പെടുക എന്നൊന്നുമില്ല. ആരെയും നിയമിക്കാം, കോമ്പീറ്റൻ്റായുള്ള ആരെയും നിയമിക്കാം. പക്ഷേ ഇത് സാധാരണ നമുക്കറിയാം പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് ആയിട്ട് വരുന്നതാണ്. അതിൽ സ്വാഭാവികമായിട്ടും അവരുടെ തന്നെ സംഘടനാ വൃത്തത്തിലുള്ള പ്രൊഫഷണലി ഓക്കെ ആയിട്ടുള്ള ആളുകളാണ് സാധാരണ നിശ്ചയിക്കുക. അല്ലാതെ നിശ്ചയിക്കാറുണ്ട്. പക്ഷേ അവർ ആ പ്രൊഫഷണലിൽ എന്തായിരിക്കും, വളരെ എക്സൽ ചെയ്യുന്ന ആളുകളൊക്കെ ആയിരിക്കും. ഇപ്പം നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നു, ഏറ്റവും പ്രധാനപ്പെട്ട പോർട്ട്ഫോളിയോ ആണ് വിദേശകാര്യ വകുപ്പ്. വിദേശകാര്യ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു BJP-കാരനല്ല, അദ്ദേഹം ഒരു കരിയർ ഡിപ്ലോമാറ്റായിരുന്നു. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് വിദേശകാര്യ സെക്രട്ടറി ആയിരുന്ന ഒരാളാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ പാർട്ടിക്കാർ ഇത്രയും പേരുണ്ടായിട്ടും ഇത്രയും പ്രധാനപ്പെട്ട ഒരു പോർട്ട്ഫോളിയോയിൽ പാർട്ടിക്കാരനല്ലാത്ത ഒരാളെ നിയമിച്ചതെന്ന് ചോദ്യം വരുന്നില്ല. കാരണം അദ്ദേഹം ആ ഒരു ഏരിയയിൽ, ആ ഒരു പ്രൊഫഷനിൽ എക്സൽ ചെയ്തിട്ടുള്ള, അതിൽ കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. അങ്ങനെ ഒരാളെ ഹാൻഡ് പിക്ക് ചെയ്യാണ് നരേന്ദ്രമോദി ചെയ്യുന്നത്. ഇത്തരം സംഗതികളിലും പലപ്പോഴും അങ്ങനെ സംഘടനാ വൃത്തത്തിന്, പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ തന്നെ സംഘടനാ വൃത്തത്തിൽ നിന്ന് പുറത്തുനിന്നുള്ള ആളുകളെ നിശ്ചയിക്കും. പക്ഷേ അവരെന്തായിരിക്കണം, ആ നിലക്ക് ആ ഫീൽഡിൽ, ആ ഒരു പ്രൊഫഷനിൽ, ആ ഡൊമൈനിൽ എക്സ്പെർട്ടൈസ് ഉള്ള ആളുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും നിലക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത ആളുകളായിരിക്കണം. ഇവിടെ അങ്ങനെയല്ല. ഇഷ്ടംപോലെ ആളുകൾ, സംഘടനാ രംഗത്തുള്ള ആളുകൾ ഉണ്ടായിരിക്കുക, ഈ പണിയെടുക്കാൻ വരുന്ന ആളുകൾ ഉണ്ടായിരിക്കുക. പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് ആയിട്ടുള്ള ഒന്നിനകത്ത് അപ്പുറത്തുള്ള ഒരാളെ നിശ്ചയിക്കുമ്പോൾ KSUവിൻ്റെ അധ്യക്ഷന് സ്വാഭാവികമായിട്ടും വലിയ അമർഷം ഉണ്ടാവും. അത് അദ്ദേഹം പരസ്യമായിട്ട് പ്രകടിപ്പിക്കുന്നത്, ഇത് പ്രകടിപ്പിക്കാൻ ആരോടും വിളിച്ചു പറയാൻ പോലും പറ്റുന്നില്ല, ആരും ഫോൺ എടുക്കുന്നില്ലെന്നാണ് പറയുന്നത്. അത് സംഘടനാപരമായി തന്നെ ഗുരുതരമായൊരു ദൗർബല്യമാണ്. പക്ഷേ ഇന്ന് വന്ന വാർത്ത അതേക്കാൾ ഗൗരവപ്പെട്ടതാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേ പ്ലീഡർ പോസ്റ്റിലേക്ക് തന്നെയാണ് തൃശ്ശൂരിൽ നിന്നുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു ABVPക്ക് വേണ്ടി പഠിക്കുന്ന കാലത്ത് ലോ കോളേജിൽ നിലകൊണ്ട, അവരുമായി ബന്ധപ്പെട്ട ശേഷം സനതെടുത്ത് ജോലിയിൽ പ്രവേശിച്ചതിന് ശേഷം അവരുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്ത ഒരു നോൺ സംഘ് പരിവാർ അഡ്വക്കേറ്റ് തന്നെയാണ് പ്ലീഡറായിട്ട് നിശ്ചയിച്ച വാർത്ത പുറത്തു വരുന്നത്. അതും KSUവിൻ്റെ തന്നെ ഭാരവാഹികൾ സാക്ഷ്യപ്പെടുത്തുന്നു ഇയാൾ BJPയുടെ നേതാവായിരുന്നു. നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ ഗവൺമെൻറ് പ്ലീഡർ എന്ന് പറയുന്ന തസ്തികയിലേക്ക് നിശ്ചയിക്കാൻ ബിരുദമുള്ള അതിൽ പ്രാക്ടീസുള്ള ആളുകൾ ഇല്ലാഞ്ഞിട്ടല്ലല്ലോ കോൺഗ്രസ്സിലോ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ്സിലോ അവരുടെ തന്നെ അഭിഭാഷക സംഘടന രംഗത്തും ഉള്ളവരല്ല. അപ്പോൾ ഇതിന് ഓഫ് കോഴ്സ് കോൺഗ്രസിൻ്റെ ഇൻസൈഡേഴ്സിന് ഇതിന് വിമർശനമായിട്ട് വരുന്നുണ്ട്. നമുക്ക്
പലരും അവരുടെ തന്നെ ഗ്രൂപ്പുകളിൽ നടക്കുന്ന ചർച്ചകളുടെ സ്ക്രീൻഷോട്ടൊക്കെ അയച്ചു തരുന്നുണ്ട്. പക്ഷേ അതിന് എതിരായിട്ട് അവരുടെ അകത്തു നിന്ന് വരുന്നൊരു ഡിഫൻസ് എന്ന് വെച്ചാൽ ഇവരൊക്കെ ലോയേഴ്സ് കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകളാണെന്നുള്ളതാണ്. ലോയേഴ്സ് കോൺഗ്രസ് ഇദ്ദേഹം ഈ ശരത് ഇപ്പോൾ കോൺഗ്രസ്സുകാരനാണെന്നുള്ളൊരു ലോയേഴ്സ് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. പക്ഷേ അത് അങ്ങനെ എന്താണ് സുഘടിതമായ ഒരു സംവിധാനമൊന്നുമില്ല. ആർക്കും ലോയേഴ്സ് കോൺഗ്രസ് ആണ് എന്ന് പറയാം. അങ്ങനെ പറയുന്നവരൊക്കെ നിങ്ങൾ പീഡറാക്കുമോ എന്ന് അവർ തന്നെ ഗ്രൂപ്പിൽ ഇവരുടെ തന്നെ ആളുകൾ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ചോദിക്കുന്നത് ഇതിൻ്റെ സ്ക്രീൻഷോട്ടുകളും ഇങ്ങനെ പ്രചരിക്കപ്പെടുന്നുണ്ട്. എനിവേ ഇത് നോക്കൂ, പിന്നെ വി ഡി സതീശൻ്റെ നേതൃത്വത്തിലുള്ള UDF അധികാരത്തിൽ വരുന്നത് UDFൻ്റെ എന്തോ സംഘടനാ വൈഭവം കൊണ്ട് അല്ലെങ്കിൽ അവരുടെ ഒരു പ്രചാരണ വൈഭവം കൊണ്ട് അതല്ല. അധികാരത്തിൽ വരുന്ന പല ഘടകങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകം കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിൽ നിന്നുള്ളതല്ല, നമ്മുടെ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട വിവിധ തലങ്ങളിൽ സംഘപരിവാർ എലമെൻറ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നുഴഞ്ഞുകയറ്റങ്ങൾ, അതിനെതിരായി അന്ന് ഭരിക്കുന്ന LDF സർക്കാരും അന്ന് അതിന് നേതൃത്വം CPM സ്വീകരിക്കുന്ന അലസ സമീപനം, ചില സന്ദർഭങ്ങളിലെങ്കിലുമുള്ള അനുഭാവ സമീപനം, ഇതിനെതിരായിട്ടുള്ള രാഷ്ട്രീയമായൊരു വിധേയത്വം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ്. അങ്ങനെയാണ് VD സതീശൻ മുഖ്യമന്ത്രിയാവുന്നത്. അതാര് മറന്നാലും മറക്കാൻ പാടില്ലാത്ത ഒരാളാരാണ്? VD സതീശൻ തന്നെയാണ്. അപ്പോൾ അദ്ദേഹം നൽകിയിട്ടുള്ള കാഴ്ചപ്പാടുകളുണ്ട്, വികസനത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, പല വിഷയങ്ങളിൽ മുമ്പോട്ട് വെച്ചിട്ടുള്ള സംഗതികളുണ്ട്. പക്ഷേ അദ്ദേഹം സംഘപരിവാറിനെതിരെ, വർഗീയ രാഷ്ട്രീയത്തിനെതിരെ, വിദ്വേഷ രാഷ്ട്രീയത്തിനെതിരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് കേരളീയ സമൂഹത്തിന് പ്രതീക്ഷ നൽകിയിട്ടുണ്ട്. ഈ മനുഷ്യന് മുമ്പിൽ നിർത്താം എന്ന തോന്നലുണ്ടായിട്ടുണ്ട്. ആ തോന്നലാണ് ഈ 102 സീറ്റുകളായി വന്നിട്ടുള്ളത്. അങ്ങനെയാണ്, അതാണ് മാൻഡേറ്റ് എന്ന് പറയുന്നത്. അത് മാത്രമാണ് ഞാൻ പറയുന്നില്ല. ഈ മാൻഡേറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരെ സ്വീകരിച്ചിട്ടുള്ള VD സതീശൻ സ്വീകരിച്ചിട്ടുള്ള സമീപനമാണ്. അത് വെള്ളാപ്പള്ളി നടേശൻ്റെ കാര്യത്തിലാണെങ്കിൽ, ഈ വിദ്വേഷ പ്രചാരണത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ, ഇങ്ങനെ വിവിധ സന്ദർഭങ്ങളിൽ VD സതീശൻ സ്വീകരിച്ച സമുദായ സംഘടനാ നേതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപാടുകൾക്കെതിരായി സ്വീകരിച്ച സമീപനങ്ങൾ, ഇതിനെല്ലാം കേരളീയ സമൂഹം കൊടുത്തൊരു കയ്യൊപ്പുണ്ട്. അതാണ് ഞാൻ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രമേയം അതായിരുന്നു. മറ്റു പല വികസനവുമായി ബന്ധപ്പെട്ട CPM നേതാക്കളുടെ വ്യക്തിപരമായിട്ടുള്ള അവരുടെ ധാർഷ്ട്യം, ഇങ്ങനെയൊക്കെയുള്ള പല ഘടകങ്ങളും. ഈ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയം എന്താണെന്ന് ചോദിച്ചാൽ അത് സംഘപരിവാറിനോട് അലസ സമീപനമോ അനുഭാവ സമീപനമോ സ്വീകരിക്കുന്ന സർക്കാരിനോടുള്ള വിധേയത്വമായിരുന്നു. അത് മറന്നുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള, ഞാൻ പറയുന്നത് ഇത് ബോധപൂർവമാകട്ടെ അബോധപൂർവമാകട്ടെ, ഒരു വഴുക്കൽ, ഒരു സ്ലിപ്പേജാണെന്ന് വിചാരിക്കുക. ആ സ്ലിപ്പേജ് ആണെങ്കിൽ പോലും അത് കർശനമായി ചോദ്യം ചെയ്യപ്പെടും. ഏത് നിലക്ക് മുൻകാലങ്ങളിൽ ചോദ്യം ചെയ്യപ്പെട്ടോ, ഏത് നിലക്ക് അത്തരം സ്ലിപ്പേജുകൾ അല്ലെങ്കിൽ അലസ സമീപനങ്ങൾ LDFനും CPMനും നഷ്ടമായി മാറിയോ, ഭാരമായി മാറിയോ, തിരിച്ചടിയായി മാറിയോ, ആ നിലയിൽ തിരിച്ചടിയായി മാറും. അത് മനസ്സിലാക്കാൻ, അത് തുടക്കത്തിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, നമുക്കിത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതാണ് ചിന്ന അപ്പോയിൻമെൻറ്റുകളാണ്. ഇത് വലിയ പോസ്റ്റുകളൊന്നുമില്ല, നിസ്സാരമായ അപ്പോയിൻമെൻറ്റുകളാണ്. അതിനകത്ത് പോലും ഈ ഒരു ശ്രദ്ധ വെച്ച് പുലർത്താൻ സാധിക്കുന്നില്ലെങ്കിൽ ഇതിൻ്റെ തുടർച്ച, ഇതിൻ്റെ കാസ്കേഡിങ് എഫക്ട്സ് ഇനിയും ഉണ്ടായിരിക്കും. അപ്പോൾ VD സതീശൻ അദ്ദേഹത്തിൻ്റെ തന്നെ പോർട്ട്ഫോളിയോയിൽ വരുന്ന ഒരു വകുപ്പിനകത്ത് നടത്തുന്ന നിയമനത്തിൻ്റെ കാര്യത്തിൽ മറ്റെന്തിനേക്കാൾ ഉപരി വ്യക്തിപരമായ ഉത്തരവാദിത്തം അദ്ദേഹത്തിന് ഇതിനകത്തുണ്ട്. ഇതിൽ നമ്മൾ വേറെ നിലക്ക് കാണേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതേ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം തന്നെ നമുക്ക് ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് വലിയ വിമർശനങ്ങളുണ്ടായത്. ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല അദ്ദേഹം അധികാരം ഏറ്റെടുത്തതിന് ശേഷം നടപ്പിലാക്കിയ നടപടി ശ്രദ്ധിക്കണം. ആദ്യം എടുക്കുന്ന തീരുമാനം നമ്മുടെ രക്ഷാപ്രവർത്തന കേസിൽ SIT രൂപീകരിക്കുകയാണ്. അതെന്താണ്? അത് ഈ പാർട്ടി അണികൾക്ക് കൊടുക്കുന്ന സന്ദേശമാണ്. ഞങ്ങൾ നിങ്ങൾ കൂടെ ഉണ്ട് കേട്ടോ. തല്ല് കിട്ടിയ കഴിഞ്ഞ 10 വർഷം തെരുവിൽ തല്ലുകൊണ്ട നമ്മുടെ സഹപ്രവർത്തകരോടൊപ്പം ഈ സർക്കാർ ഉണ്ട് എന്നൊരു സന്ദേശം പാർട്ടിയുടെ റാങ്ക് ആൻഡ് ഫയലിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. രക്ഷാപ്രവർത്തന കേസിൽ നിലപാടെടുക്കുന്നു. കാഫിർ സ്ക്രീൻഷോട്ടിൽ SIT രൂപീകരിക്കുന്നു, കർശനമായ നിലപാടെടുക്കുന്നു, അറസ്റ്റ് ഉണ്ടാകുന്നു, കേസ് ഗംഭീരമായിട്ട് മുന്നോട്ട് പോകുന്നു. ഒരു പോപ്പുലിസ്റ്റ് പരിപാടി എന്നുള്ള നിലക്ക് ഈ തൂഫാൻ, എന്ത് തൂഫാനാണ്, ഓപ്പറേഷൻ തൂഫാൻ, അത് മുന്നോട്ട്. ആ നിലക്ക് രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന മന്ത്രി, ആഭ്യന്തരമന്ത്രി, ഗംഭീരമായി ഒരു വശത്ത് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുക, അല്ല ആളുകളുടെ കയ്യടി വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം. ഇപ്പുറത്ത് VD സതീശൻ, ഇതിൻ്റെ ചാമ്പ്യനായി നിൽക്കും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന VD സതീശൻ, അദ്ദേഹത്തിൻ്റെ വകുപ്പുമായി ബന്ധപ്പെട്ട അപ്പോയിൻമെൻറ്റുകളിൽ ഈ നിലക്കുള്ള
പ്രശ്നങ്ങൾ, വിവാദങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ലഭിച്ച മാൻഡേറ്റിനെതിരായിട്ടുള്ള നടപടികൾ ഉണ്ടാകുമ്പോൾ അത് ഏത് നിലക്കാണ് വ്യാഖ്യാനിക്കപ്പെടുക, എങ്ങനെയായിരിക്കും അത് അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു പ്രൊഫൈലിനെ ബാധിക്കാൻ പോവുക എന്നതിനെക്കുറിച്ച് ആദ്യ ചിന്ത ഉണ്ടാകേണ്ടതും വി ഡി സതീശൻ തന്നെയാണ്. ഇത് നോക്കൂ, എങ്ങനെയാണ് കഴിഞ്ഞ കാലം കേരളീയ സമൂഹം ജാഗ്രതയോടെ ഇത്തരം സമീപനങ്ങൾ നോക്കിക്കണ്ടത്, അതിനേക്കാൾ ഒരു അധിക ജാഗ്രതയോടുകൂടി കേരള സമൂഹം ഇത്തരം നിയമനങ്ങളെയും നടപടികളെയും നോക്കിക്കാണുക തന്നെ ചെയ്യും. നിഷാദ്, നിയമവകുപ്പിന് പ്രത്യേകിച്ച് വി ഡി സതീശന് വലിയ ഉത്തരവാദിത്തം ഈ നിയമനങ്ങളിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ ജാഗ്രതക്കുറവോ നോട്ടപ്പിശുകമായി കാണണമോ അതോ ബോധപൂർവം ഹാൻപിക്കാണോ, എങ്ങനെയാണ് കാണുന്നത് ഇതിനെ? അല്ല, അതിനകത്ത് എനിക്ക് തോന്നുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇപ്പോൾ വളരെ സൂക്ഷ്മദർശിനികൾ ഉപയോഗിച്ചുകൊണ്ട് ആളുകളെ കണ്ടെത്തുക, നിയമിക്കുക, പാർട്ടിയുടെ പൊതു താല്പര്യം സംരക്ഷിക്കുക എന്നത് ഒരു കാലത്തും കോൺഗ്രസിൻ്റെ ഒരു സ്റ്റൈലാണെന്ന് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. അതായത് പാർട്ടിയുടെ ഒരു പൊതു താല്പര്യം എന്നൊരു സംഗതി ഏതെങ്കിലും കോൺഗ്രസ്സുകാരനെ ഭരിക്കുന്നുണ്ടോയെന്ന് എനിക്ക് സംശയമാണ്. ഏതെങ്കിലും കോൺഗ്രസ്സുകാരനെ മീൻസ് അതിൻ്റെ പ്രധാനപ്പെട്ട പദവിയിലിരിക്കുന്ന പല ആളുകളും അവരവരുടെ താല്പര്യങ്ങൾ, അവരവരുടെ ഗ്രൂപ്പ് താല്പര്യങ്ങൾ, ഗ്രൂപ്പ് മാനേജർമാരുടെ താല്പര്യങ്ങൾ എന്നിവയാൽ ബന്ധിതമാണ്. അല്ലാതെ നമ്മുടെ പാർട്ടിയുടെ താല്പര്യം, നമ്മുടെ പാർട്ടി പത്രം നമ്മൾ വിജയിപ്പിക്കേണ്ട ഒന്നാണ് എന്ന് വിചാരിക്കുന്നുണ്ടോ കോൺഗ്രസ് എപ്പോഴെങ്കിലും? വീക്ഷണ ദിനപത്രത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം. നമ്മുടെ പാർട്ടി ചാനൽ നമ്മളാണ് അതിനെ വളർത്തേണ്ടത്, നമ്മളാണ് അതിനെ ഉയർത്തിക്കൊണ്ട് വേണ്ടത് എന്ന് ഏതെങ്കിലും കാലത്ത് കോൺഗ്രസ്സുകാർ വിചാരിക്കുന്നുണ്ടോ? ഇല്ല. CPIMകാർക്ക് കൈരളിയോടും ദേശാഭിമാനിയോടുമുള്ള ഒരു ഹൃദയബന്ധം ഏതെങ്കിലും കോൺഗ്രസ്സുകാർക്ക് വീക്ഷണത്തോടോ ജയ്ഹിന്ദ് TVയോടോ ഉണ്ടോ? ഇല്ല. അപ്പോൾ പാർട്ടിയുടെ പൊതു താല്പര്യം എന്നത് ഒരു കാലത്തും കോൺഗ്രസ്സിലെ പ്രധാനപ്പെട്ട ആളുകളുടെ ഒരു സംഗതിയല്ല. അവരതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുമില്ല. പാർട്ടി എന്തുകൊണ്ട് ജനങ്ങൾ വിജയിപ്പിച്ചു, ആരെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ജനങ്ങൾ ആഗ്രഹിച്ചു, അതിൻ്റെ കുറുകെ കോൺഗ്രസ്സുകാർ നിൽക്കുന്നത് നമ്മൾ കണ്ടതല്ലേ 2 മാസം മുമ്പ്. അവർക്ക് താല്പര്യം വേറെ നല്ലതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ പാർട്ടി ജയിച്ചിരിക്കുന്നു, ഞങ്ങളുടെ പാർട്ടി ഒരു മതനിരപേക്ഷ ജനാധിപത്യ കക്ഷിയാണ്, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ നിയമനങ്ങൾ എന്തായിരിക്കണം, മതനിരപേക്ഷ സ്വഭാവമുള്ളവയായിരിക്കണം എന്ന ഒരു സൂക്ഷ്മ ഒരു ഫിൽട്ടറിങ് അത് അവരാലോചിച്ചിട്ടില്ല. അതിൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നം അതാണ്. രണ്ടാമത്തെ എന്താണ്, ഓരോരുത്തർക്കും ഓരോ താല്പര്യമാണ്. പൊതു താല്പര്യത്തെ അങ്ങോട്ട് മാറ്റി നിർത്തുകയും ഓരോ ശക്തി കേന്ദ്രങ്ങളും ഓരോരുത്തരെ നിയമിക്കുന്നു. ഓരോ ശക്തി കേന്ദ്രങ്ങൾ അതിന് സബ്സിഡിയറി ആയിട്ട് പ്രവർത്തിക്കുന്ന പലതരത്തിലുള്ള ശക്തി കചേരികൾ ഉണ്ടാവും, പവർ സെൻറ്റേഴ്സ് ഉണ്ടാവും. കോൺഗ്രസ് ഭരിക്കുമ്പോൾ ഒരു പ്രത്യേകതയാണ്, അവർക്കെല്ലാവർക്കും പലതരത്തിലുള്ള നോമിനീസ് ഉണ്ടാവും, അവർക്കെല്ലാവർക്കുമുള്ള ശുപാർശ കത്തുകളുണ്ടാവും, അതിൻ്റെ അടിസ്ഥാനത്തിൽ നിയമിക്കപ്പെടുന്നവരുണ്ടാവും. അത്തരത്തിൽ കോൺഗ്രസിൻ്റെ നേതാക്കളെ ആർക്കും സ്വാധീനിക്കാൻ കഴിയും. അതിൻ്റെ ചരിത്രം, അതിൻ്റെ ഒരു 70 വർഷക്കാലത്തെ ചരിത്രം എടുത്ത് നോക്കിയാൽ അങ്ങനെ പല ആളുകളെ നിയമിച്ചിട്ടുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള സ്റ്റെപ്പുകൾ തന്നെ തെറ്റിപ്പോയിട്ടുണ്ട്. അത് തന്നെയും തീറ്റിപ്പോറ്റിയ ഒരു സംവിധാനമാണോ അകത്ത് ഒരു പരാന്നഭൂജിയായി വളരുകയും അവസാനം അതിനെ സമ്പൂർണ്ണമായി മറിച്ചിടുകയും ഇന്ന് തിരിച്ചു വരാൻ കഴിയാത്ത വിധത്തിലുള്ള ഡീപ്പ് സ്റ്റേറ്റായി നിലകൊള്ളുകയും ചെയ്യുന്നത്? കോൺഗ്രസ് ആലോചിക്കേണ്ട കാര്യമാണ്. എങ്ങനെയാണ് ഇന്ത്യയിൽ ഒരു സംഘ് പരിവാർ ഡീപ്പ് സ്റ്റേറ്റ് രൂപപ്പെട്ടത്? കോൺഗ്രസ് ഭരിക്കുന്ന കാലത്തും ഇപ്പോഴും മറിച്ചിടാൻ കഴിയാത്തവണ്ണം ആ ഡീപ്പ് സ്റ്റേറ്റ് പവർഫുള്ളായി നിൽക്കുന്നതിന് കാരണം എന്താണ്? കോൺഗ്രസ് ആണ് ഉണ്ടാക്കിയത്. കോൺഗ്രസിൻ്റെ ജാഗ്രത കുറവ്, കോൺഗ്രസിന് സൂക്ഷ്മദർശിനികളില്ലാത്തതുകൊണ്ട് മാത്രം സംഭവിച്ച ഒന്നാണത്. അത്തരം വലിയ പ്രോജക്റ്റുകളുണ്ടായി, അതിൻ്റെ പേരിൽ ഡീപ്പ് സ്റ്റേറ്റ് രൂപപ്പെട്ടു. അതിൻ്റെ അത് എങ്ങനെയാണ് ഇവോൾവ് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. അതുകൊണ്ട് കോൺഗ്രസിൽ നിന്ന് നാം പ്രതീക്ഷിക്കാൻ പാടില്ലാത്ത ഒന്നാണ്, അവരെല്ലാവരും പൊളിറ്റിക്കലി പക്കയായിട്ടുള്ള തീരുമാനം എടുക്കും. അതിന് കഴിയില്ല, സംസ്കാരപരമായി തന്നെ അതിന് കഴിയില്ല, അതിന് പ്രശ്നമുണ്ട്. പക്ഷേ കോൺഗ്രസ് കാണേണ്ട ഒരു കാര്യമുണ്ട്. കോൺഗ്രസ് കഴിഞ്ഞ 10 വർഷത്തിന് ശേഷമുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ജനങ്ങൾ അങ്ങേയറ്റം ആഴത്തിൽ ഓഡിറ്റ് ചെയ്ത് തോൽപ്പിച്ചതിന് ശേഷം വന്നിട്ടുള്ള ഗവൺമെൻറ്റാണ്. 10 വർഷം മുൻപുണ്ടായിരുന്ന ഒരു കോൺഗ്രസ് സർക്കാരിനെ അല്ല 10 വർഷത്തിന് ശേഷം, കോൺഗ്രസ് സർക്കാരിനെ അല്ല ഏത് സർക്കാരിനെ ആയാലും ജനം കാണുന്നത്. ജനം ഡേ ബൈ ഡേ നിങ്ങൾ ഓഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യത്തെയും ഓഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണ്, ആളുകൾ അത്രയും കൂടുതൽ ഈ പൊളിറ്റിക്കലാവുന്നു, ആളുകൾക്ക് അത്രയും ഓഡിറ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവുന്നു, ഓരോ സൂക്ഷ്മ തലത്തിലും ഉണ്ടാകുന്ന വാർത്തകൾ, സംഭവങ്ങളെല്ലാം ജനങ്ങളുടെ മുമ്പിലെത്തുന്നു, അതെല്ലാം സോഷ്യൽ മീഡിയ എന്ന കവലയിൽ ഡിസ്കസ് ചെയ്യുന്നു, അതിൻ്റെ അരികും മൂലയും എല്ലാം ഡിസ്കസ് ചെയ്യും, അതിനകത്ത് ആളുകൾ പ്രശ്നം പറയുകയും അങ്ങനെ കീറി മുറിക്കപ്പെടുകയും ചെയ്യുന്ന പുതിയ ഒരു പരിസരത്താണ് അധികാരം കിട്ടിയിരിക്കുന്നത് എന്ന കാര്യം പ്രത്യേകം ആലോചിക്കേണ്ടതുണ്ട്. 10 വർഷം മുമ്പ് സോഷ്യൽ മീഡിയ ഇത്രയും തുറന്നിരുന്നോ? ഇല്ല. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യവും, പ്രത്യേകിച്ചൊരു കാര്യമുണ്ട്, കഴിഞ്ഞ 12 വർഷമായിട്ട് നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കുന്ന കാലത്താണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് അധികാരം കിട്ടിയിരിക്കുന്നത്. ഓക്കെ, നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കാന്ന് വെച്ചാൽ കേവലം ഒരു ഭരണമാറ്റം ഉണ്ടായെന്നുള്ളതല്ല, ഇന്ത്യയിലെ ആകമാനം പൊളിറ്റിക്കൽ എക്കോസിസ്റ്റം മാറ്റിമറിച്ച ഒരു കാലത്ത് നിങ്ങൾ എന്തുമാത്രം പക്കയായിരിക്കുന്നു ജനങ്ങൾ നിങ്ങളെ അധികമായി നോക്കും. കാരണം കേരളം മോദി ഭരണകാലത്തെ ഒരു ഡിഫറൻറ്റ് സ്റ്റേറ്റാണ്, ഒരു ബദൽ രാഷ്ട്രീയ ഭൂമികയാണ്. അതിൻ്റെ ഭരണ നേതൃത്വം ഏറ്റെടുക്കുന്ന പാർട്ടിക്ക്, സർക്കാരിനും ആ നിലയ്ക്കുള്ള ഒരു വിൽ പവർ ഉണ്ടായിരിക്കണം, കാഴ്ചപ്പാടുണ്ടായിരിക്കണം എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടല്ലോ. അതുകൊണ്ട് ജനങ്ങൾ അതിനുമേൽ അത്രയും സൂക്ഷ്മമായി നോക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഈ കേരളത്തെ നിങ്ങൾ എങ്ങനെ നിലനിർത്തുന്നു, അതിന് നിങ്ങൾ എന്ത് പണിയെടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. അതിൽ ഉഴപ്പാൻ പോയാൽ നിങ്ങൾ നേരത്തെ എന്താണോ പിണറായി വിജയൻ ഇതിൻ്റെ എല്ലാം RSS സംഘപരിവാർ വിരുദ്ധതയുടെ ചാമ്പ്യനായി സ്വയം വിശേഷിപ്പിക്കപ്പെടുന്ന എഴുതപ്പെട്ട നയരേഖകൾ കൊണ്ട് സമ്പന്നമായൊരു പാർട്ടി എന്തുകൊണ്ടാണ് അതേ കോസിൻ്റെ പേരിൽ വീണുപോയത്?
അത് പെർഫോം ചെയ്യുന്നതിൽ അവർക്ക് പരാജയം സംഭവിച്ചു. ജനം അതിനെ വാല്യൂ ചെയ്തില്ല, താഴെ വീണ് പോയില്ലേ, പേ ചെയ്യേണ്ടി വന്നു. ഇതേ സംഭവം ഇവിടെ ഉണ്ടാവും. ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ശ്രദ്ധിക്കൂ സേഫ്, പല കാര്യങ്ങൾ ഇപ്പോൾ വി ഡി സതീശൻ അദ്ദേഹത്തിൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടെന്ന് അവകാശപ്പെടുന്ന അതുകൊണ്ട് തന്നെ എല്ലാ വിഷയങ്ങളും നേരിടുന്ന ആളാണ്. ബട്ട് അദ്ദേഹത്തിൽ നിന്ന് നാം ഇതുവരെ കേൾക്കാത്ത ഒരു സംഗതിയുണ്ട്. അദ്ദേഹത്തിൻ്റെ സർക്കാരിൽ നിന്ന് ഞങ്ങളുടെ ഗവൺമെൻറ് ഒരു ആൻറ്റി സംഘ് പരിവാർ ഗവൺമെൻറ് ആയിരിക്കും, ഈ ഗവൺമെൻറ്റിന് കേരളത്തിൽ വിഷം കലക്കുന്ന, വർഗീയത പറയുന്ന സംഘ് പരിവാറിൻ്റെ വിദ്വേഷ രാഷ്ട്രീയത്തോട് കണിശമായ പൊസിഷനുണ്ട് എന്നൊരു മെസ്സേജ് കൊടുത്തിട്ടുണ്ടോ ഇതുവരെ? എവിടെയെങ്കിലും ഒരു പ്രധാനപ്പെട്ട സംഭവത്തിൽ കർശനമായ നിലപാട്? ഞങ്ങൾ കേന്ദ്ര സർക്കാരുമായി തർക്കത്തിനില്ല എല്ലാ ദിവസവും. നിങ്ങളുടെ നിലപാടല്ല ഞങ്ങൾക്കുള്ളത്. ഞങ്ങൾ കേന്ദ്രവുമായി ഉടക്കാനില്ല. ഞങ്ങളുടെ നയപ്രഖ്യാപനത്തിലോ ഞങ്ങളുടെ ധവളപത്രത്തിലോ ഒന്നും ഞങ്ങൾ കേന്ദ്ര സർക്കാരുമായി തെറ്റാനില്ല. അത് വേറൊരു സ്ട്രാറ്റജിയാണ്. അങ്ങനെ പറഞ്ഞോളൂ, കുഴപ്പമില്ല. ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒരു ഹെൽത്തി റിലേഷൻഷിപ്പിൽ പണം കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് എന്ന് പറഞ്ഞോളൂ. പക്ഷേ വിദ്വേഷ രാഷ്ട്രീയത്തോട് നിങ്ങളുടെ കാർക്കശ്യം എന്ന് പറഞ്ഞ സമീപനം എവിടെ? അത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? അത് പറഞ്ഞൊരു തലക്കെട്ട് സൃഷ്ടിച്ച ഒരു ദിവസം ഈ സർക്കാരിൻ്റെ 1.5 മാസത്തിലേക്ക് നമ്മൾ കണ്ടോ? ഇല്ല. അത് ഞാൻ പറഞ്ഞത്, രമേശ് ചെന്നിത്തല ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ നടത്തുന്നുണ്ട്. അദ്ദേഹം ഈ പറയുന്ന തരത്തിലുള്ള പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് നടത്തുന്നു, പല കേസുകൾക്ക് അത് നടത്തുന്നു. ഇതൊന്നും റിസ്ക് ഇല്ലാത്ത സംഗതിയാണ്. ചോദ്യം ഇതാണ്, വിദ്വേഷ പ്രചാരകരായ മനുഷ്യരുടെ കാര്യത്തിൽ കർശന നിലപാടുണ്ട്. ഏറ്റവും അവസാനം കണ്ടതാണ് അൻസിബയുടെ കേസാണ്. രമേശ് ചെന്നിത്തല അതിനെക്കുറിച്ച് അപ്ഡേറ്റഡ് ആണെന്ന് ഒരു സംശയമാണ്. നിങ്ങൾക്ക് എളുപ്പമാണിത്. ഓപ്പറേഷൻ തൂഫാൻ്റെ ഒരു വേവ് അങ്ങോട്ട് കഴിയും തോതും വേണമെങ്കിൽ സുകുമാരക്കുറുപ്പിനെ പിടിക്കാൻ ഉത്തരവിടുക. അപ്പം പിന്നെ ആളുകളുടെ ശ്രദ്ധ അങ്ങോട്ട് പോകും. എത്ര കാലം പോയത്? ബേസിക് സംഗതി ഇവിടെ കിടക്കുകയാണ്. നിങ്ങൾ ഈ സംസ്ഥാനത്തെ ഒരു ഹെയ്റ്റ് പ്രോജക്റ്റുമായിട്ടൊരു ടീം നിൽക്കുന്നുണ്ട്. അവരെ തടയാൻ നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളത്? നിങ്ങൾ അതിനെക്കുറിച്ച് എന്താ പറയുന്നത്? നിങ്ങളുടെ പൊസിഷൻ എന്താണ്? നിങ്ങൾ എടുക്കുന്ന സ്റ്റെപ്പ് എന്താണ്? ജനം അത് ഉറ്റു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ചെയ്യാതെ ഓപ്പറേഷൻ തൂഫാൻ കൊണ്ട് പോകാൻ പറ്റും, അല്ലെങ്കിൽ മറ്റേതൊക്കെ എന്ന് വെച്ചാൽ അവരുടെ അണികളെ തൃപ്തിപ്പെടുത്താൻ ഇപ്പോൾ കാഫർ സ്ക്രീൻഷോട്ട് CPM-മാരെയാണ് പിടിക്കുന്നത്, അല്ലെങ്കിൽ മറ്റേ കേസ് അതും CPM-മാരെ CPM ബന്ധുക്കളായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ പിടിക്കുന്നത്. RSS-കാരും സംഘം അപ്പുറത്തുമുണ്ട്. RSS അല്ലെങ്കിൽ വിദ്വേഷ രാഷ്ട്രീയക്കാർ, അവരോട് നിങ്ങൾ എടുക്കുന്ന സമീപനം എന്താണ്? അപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞ, ഈ സർക്കാരിൻ്റെ ഭാഗത്ത് നമ്മുടെ ലൗഡായിട്ടുള്ള ഒരു ആൻറ്റി സംഘ് വർത്താനം 1.5 മാസമായി കേട്ടിട്ടില്ല. നമ്മൾ ഇന്നലെ പോലും കണ്ടത് വിദ്വേഷ പ്രസംഗകരായ ഒരു സംഘം ആളുകൾ, വിദ്വേഷ പ്രസംഗം, വിദ്വേഷ പ്രചാരണം എന്നിവയ്ക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു സംഘം ആളുകൾ അദ്ദേഹത്തെ പോയി കണ്ടു, VD സതീശനെ പോയി കാണുന്നു. എന്നിട്ട് ഞങ്ങളുടെ ഉന്നയിച്ച ആവശ്യങ്ങളോടെല്ലാം അനുഭാവത്തോടെ അദ്ദേഹം പ്രതികരിക്കുന്നു. അവർ അവകാശപ്പെടുന്ന ഇത്രയാണ് അവസാനം കണ്ടത്. VD സതീശൻ്റെ ഭാഗത്ത് നിന്ന് അദ്ദേഹം തുറമുഖത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്, അദ്ദേഹം വീര്യം കുറഞ്ഞ മദ്യത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്, PM ശ്രീയെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. ബട്ട് ദി ക്വസ്റ്റ്യൻ ഈസ്, എന്താണ് അദ്ദേഹം ഉറക്കെ പറഞ്ഞ ആൻറ്റി സംഘ് പൊസിഷൻ? അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് നാം എടുത്തു കണ്ടുള്ള നയനിലപാട് എന്താണ്? സ്റ്റെപ്സ് എന്താണ് എന്ന് നോക്കിയാൽ ഈ പറഞ്ഞ വക്കീലന്മാരെ നിയമിക്കുന്നതാണ് കാണുന്നത്. ഈ അകത്ത് കയറിയ വക്കീലന്മാർ പിന്നെ എങ്ങനെയാണ് പ്രവർത്തിക്കുക എന്ന് നമുക്ക് സ്വാഭാവികമായിട്ട് ഊഹിക്കാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഈ ഗവൺമെൻറ് അതിൻ്റെ ആൻറ്റി സംഘ് പൊസിഷൻ ക്ലാരിഫൈ ചെയ്തിട്ടില്ല, അത് സ്ഥാപിച്ചിട്ടില്ല, അതിൻ്റെ കൊടി നാട്ടിയിട്ടില്ല ഇപ്പോഴും പൂർണ്ണമായി എന്നാണ് ഞാൻ പറയുക. അവർ ഇതിനെല്ലാം ഞാൻ വീണ്ടും പറയുകയാണ്, CPM-നോടുള്ളൊരു വിരോധം ആളുകൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പുറത്ത് 102 സീറ്റ് UDF-ന് കിട്ടാൻ കാരണമായിട്ടുണ്ട്. അതിൻ്റെ വേവ് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, പൂർണ്ണമായി ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ഇറങ്ങാത്തതുകൊണ്ട് കുറച്ചൊരു ആനുകൂല്യം കിട്ടും ഇപ്പോൾ എടുക്കുന്ന എല്ലാത്തിനും. എന്ത് പറഞ്ഞാലും ആൾക്കാർക്ക് ആ CPM വിരോധത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു പിണറായി വിജയൻ വിരുദ്ധത പതിയെ ഇറങ്ങുന്നതേ ഉള്ളൂ. അത് ഇറങ്ങി തീരുമ്പോൾ ഇതെല്ലാം ക്വസ്റ്റ്യൻ ചെയ്യപ്പെടും. ഇപ്പോൾ കിട്ടുന്ന ഈ ആനുകൂല്യത്തിലെല്ലാം പോകാം, അല്ലെങ്കിൽ എനിക്ക് ഗംഭീരമായ കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ട്, ഞാൻ മാധ്യമപ്രവർത്തകരെ നിശബ്ദനാക്കാൻ കഴിയുന്ന സംഗതി ഉണ്ടെന്നൊക്കെ വിചാരിക്കുന്ന ഒരു കോൺഫിഡൻസിന് ഒരു ലിമിറ്റുണ്ട്. അത് കഴിഞ്ഞാൽ ദ റിയൽ ഇഷ്യൂസ് അത് ഉയർന്നു വരും, അതിന് മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് ഈ ഗവൺമെൻറ് ഇപ്പോൾ സുഖമാണെന്ന് തോന്നും, അത്ര സുഖമായിരിക്കില്ല കാര്യങ്ങൾ. മാറിയ കാലത്ത് അത്രമേൽ ജനാധിപത്യ ബോധ്യമുള്ള, അത്രമേൽ ഓഡിറ്റ് ചെയ്യുന്ന, അത്രയും പലതരത്തിലുള്ള ഇൻസെക്യൂരിറ്റീസ് അനുഭവിക്കുന്ന മനുഷ്യർ സൂക്ഷ്മമായി സർക്കാരിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് നല്ല ഓർമ്മ ഉണ്ടായിരിക്കട്ടെ. റോഡും പാലവും ഒക്കെ പിണറായി വിജയൻ ഉണ്ടാക്കിയിരുന്നു, പക്ഷേ തോറ്റുപോയി. അപ്പം ഫണ്ട് എങ്ങനെയെങ്കിലും കൊണ്ടുവരിക, റോഡുണ്ടാക്കുക, പാലം ഉണ്ടാക്കുക, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരുമായി നല്ല ബന്ധത്തിൽ പോവുക, ഇതാണ് നല്ല ഭരണം. സദ്ഭരണം ഇതാണ്, മികച്ച ഭരണം എന്ന് വെച്ചാൽ ഇതാണ് എന്ന് വിചാരിക്കരുത്. അങ്ങനെ വിചാരിച്ചവരായിരുന്നു അരവിന്ദ് കെജ്രിവാൾ വിചാരിച്ചിട്ടുണ്ട്, പിണറായി വിജയൻ പോലും വിചാരിച്ചു. ഇങ്ങനെ ക്ഷേമ പദ്ധതികൾ കൊണ്ടുവരിക, അത് കൂട്ടുക, അത് പ്രഖ്യാപിക്കുക, വീടുകൾ ഉണ്ടാക്കി കൊടുക്കുക, ജയിക്കാം. അങ്ങനല്ല, അതിനേക്കാൾ വലിയ സംഗതിയാണ് മോദി ഭരിക്കുന്ന ഇന്ത്യയിൽ നാം അങ്ങനെ മുന്നോട്ട് ചിന്തിക്കുന്നു എന്നുള്ളത്. അതിന് നിങ്ങൾ ക്ലിയർ പൊസിഷൻ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങളതിന് വില കൊടുക്കേണ്ടി വരും. യെസ്. അപ്പോൾ മതേതര മൂല്യങ്ങളിൽ ഉറച്ച നിലപാടുകളിലൂടെ കൂടിയാണ് VD സതീശൻ അധികാരത്തിലെത്തിയത്. പക്ഷേ അതിൻ്റെ തുടർച്ച അദ്ദേഹം മുഖ്യമന്ത്രിയായതിനു ശേഷം കാണുന്നില്ല എന്നുള്ളതാണ് ഉയരുന്ന പ്രധാനപ്പെട്ട വിമർശനം. അപ്പോൾ വരും നാളുകളിൽ അദ്ദേഹം തിരുത്താൻ പാർട്ടി എന്നൊരു സംവിധാനം പുറത്തുണ്ടാകുമോ എന്ന് കാത്തിരുന്നു കാണാം നമുക്ക്.